നമസ്കാരം, ഞാൻ ഡോക്ടർ ഡാൻഡിസ് ഇമ്മാനുവൽ. ഞാൻ ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് റൊമറ്റോളജിസ്റ്റാണ്. ഏപ്രിൽ മാസം റൊമറ്റോളജിക്കൽ ഡിസീസിൻ്റെ അവയർനെസ് മന്തായിട്ട് അതിനെക്കുറിച്ചൊരു ധാരണ നൽകുന്ന മാസമായിട്ടാണ് ഇന്ത്യൻ റൊമറ്റോളജി അസോസിയേഷൻ കൊണ്ടാടുന്നത്. എന്താണ് റൊമറ്റോളജിക്കൽ അസുഖങ്ങൾ? റൊമറ്റോളജിക്കൽ അസുഖങ്ങൾ നമുക്ക് ചുരുക്കത്തിൽ നീർക്കെട്ട് അസുഖങ്ങൾ എന്ന് വിളിക്കാം. ശരീരത്തിൻ്റെ ഏത് ഭാഗത്തുള്ള നീർക്കെട്ട് അസുഖങ്ങളും റൊമറ്റോളജിക്കൽ പ്രശ്നങ്ങളായിട്ട് കാണാം. ഏറ്റവും കൂടുതലായിട്ട് റൊമറ്റോളജിക്കൽ പ്രശ്നങ്ങൾ ശരീരത്തിൻ്റെ വേദനകളാണ്. സന്ധികളുടെ വേദനകൾ, സന്ധികളുടെ നീര്, സന്ധികളുടെ സ്റ്റിഫ്നെസ്, ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും റൊമറ്റോളജിക്കൽ അസുഖങ്ങളുടെ ലക്ഷണമായിട്ട് വരുന്നത്. അപ്പോൾ ആരാണ് ഒരു റൊമറ്റോളജിസ്റ്റിനെ കാണേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ സന്ധികളുടേതായിട്ടുള്ള വേദനകൾ, സന്ധികളുടെ മാത്രമല്ല ശരീരത്തിൻ്റെ എവിടെയുള്ള വേദനകളുടെ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരു റൊമറ്റോളജിസ്റ്റിൻ്റെ അഭിപ്രായം എടുക്കാവുന്നതാണ്. നീർക്കെട്ട് അസുഖങ്ങളാണോ, റൊമറ്റോളജിക്കൽ പ്രശ്നങ്ങൾ കൊണ്ടാണോ നിങ്ങളുടെ വേദനകൾ വരുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് റൊമറ്റോളജിക്കൽ അസുഖങ്ങളുടെ. രണ്ടാമത്തേത് സിസ്റ്റമിക് ഓട്ടോഇമ്യൂൺ റൊമാറ്റിക് അസുഖങ്ങൾ. ശരീരത്തിൻ്റെ പ്രതിരോധശേഷി ശരീരത്തിനെതിരെ പ്രവർത്തിച്ച് പല അവയവങ്ങളും ഒരുമിച്ച് ബാധിക്കുന്ന അസുഖങ്ങളും റൊമാറ്റിക് അസുഖങ്ങളുടെ ഭാഗമായിട്ട് വരാം. ഇതാണ് റൊമാറ്റിക് അസുഖങ്ങൾ രണ്ടാമത് കൂടുതലായിട്ട് കാണപ്പെടുന്ന കാര്യങ്ങൾ. അപ്പോൾ ശരീരത്തിൻ്റെ വേദനകൾ, ശരീരത്തിൻ്റെ പല അവയവങ്ങളും ഒരുമിച്ച് ബാധിക്കുന്ന നീർക്കെട്ട് അസുഖങ്ങൾ, ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടും റൊമറ്റോളജിസ്റ്റിൻ്റെ സഹായമോ അഡ്വൈസോ നിങ്ങൾക്ക് തേടാവുന്നതാണ്.